നമസ്കാരം, എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന വിഷയമാണ്. ഭരണഘടനയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള മൗലിക അവകാശങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മൗലിക അവകാശങ്ങളുടെ അവസാനത്തെ മൗലിക അവകാശമായിട്ടുള്ള ആർട്ടിക്കിൾ 32 അഥവാ ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് എന്തെന്ന് പറയുന്നത് ഈ ക്ലാസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു മൗലിക അവകാശം ലംഘിക്കപ്പെട്ടാൽ എന്ത് ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിക്ക് നേരിട്ട് ഉന്നതമായിട്ടുള്ള കോടതി, സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ എന്ത് ചെയ്യാൻ കഴിയും? നേരിട്ട് സമീപിക്കാം. ഈ മൗലിക അവകാശം പുനഃസ്ഥാപിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യും? ഈ കോടതികൾ ഒരു റിട്ട് എന്ന് പറയുന്ന പ്രത്യേക ഉത്തരവുകൾ എന്ത് ചെയ്യും? പുറപ്പെടുവിക്കും. അതിൽ തന്നെ 5 തരത്തിലാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുക നമ്മൾ പറഞ്ഞതാണ്. ആ 5 തരത്തിലുള്ള റിട്ടുകളിൽ ഒന്നാമത്തേത് എന്ത് ചെയ്തു? നമ്മൾ പഠിച്ചു. ഒന്നാമത്തേത് എന്തായിരുന്നു? ഒന്നാമത്തെ റിട്ട് എന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ടാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ശരീരം ഹാജരാക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ പറഞ്ഞ അന്യായമായിട്ടോ തടങ്കിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായിട്ടാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ റിട്ടാണ്. രണ്ടാമത്തെ റിട്ട് എന്ന് പറയുന്നത് മാൻഡമസ്. രണ്ടാമത്തെ റിട്ട് എന്ന് പറയുന്നത് മാൻഡമസ് എന്നുള്ളതാണ്. മാൻഡമസ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് വി കമാൻഡ് അഥവാ നാം കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. വി കമാൻഡ് അഥവാ നാം കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വി കമാൻഡ് ഓർ നാം കൽപ്പിക്കുന്നു. നാം കൽപ്പിക്കുന്നു എന്നുള്ളതാണ് മാൻഡമസ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇത് ആർക്കെതിരെയാണ് പുറപ്പെടുവിക്കുന്നത്? സുപ്രീം കോടതി. ഇത് എക്സിക്യൂട്ടീവ് അഥവാ കാര്യനിർവഹണ വിഭാഗത്തിനെതിരായിട്ട് പുറപ്പെടുവിക്കുന്ന, സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന ഒരു റിട്ടാണ് എന്തെന്ന് പറയുന്നത് മാൻഡമസ് എന്ന് പറയുന്നത്. ആർക്കെതിരായിട്ടാണ്? എക്സിക്യൂട്ടീവ്. മലയാളത്തിൽ നമ്മൾ എന്തെന്ന് പറയും? കാര്യനിർവഹണ വിഭാഗം. ഇവർക്കെതിരായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ റിട്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നത്. അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വി കമാൻഡ്, നാം കൽപ്പിക്കുന്നു. എന്താണ് കൽപ്പിക്കുന്നത്? നിങ്ങളിൽ നിയുക്തമായിട്ടുള്ള നിങ്ങളുടെ കടമ നിർവഹിക്കാൻ നാം കൽപ്പിക്കുന്നു. ആരോട്? ആര് കൽപ്പിക്കുന്നു? സുപ്രീം കോടതി എക്സിക്യൂട്ടീവ് അഥവാ കാര്യനിർവഹണ വിഭാഗത്തിനോട് എന്ത് ചെയ്യുന്നു? കൽപ്പിക്കുന്നു. നിങ്ങളിൽ നിയുക്തമായിട്ടുള്ള നിങ്ങളുടെ കർത്തവ്യം നിറവേറ്റുവാനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മാൻഡമസ് എന്ന് പറയുന്ന. നിയുക്തമായ കർത്തവ്യങ്ങൾ നിറവേറ്റാൻ സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ്. അല്ലെങ്കിൽ പുറപ്പെടുവിക്കുന്ന റിട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മാൻഡമസ് എന്ന് പറയുക. നിങ്ങൾക്ക് ഇതിന്റെ ഈ അർത്ഥങ്ങൾ പഠിച്ചാൽ തന്നെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കും. ഇപ്പോൾ ഹേബിയസ് കോർപ്പസ്, ശരീരം ഹാജരാക്കുക. ഒരാളെ തടങ്കിൽ വെച്ചാൽ അയാൾക്ക് എന്ത് ചെയ്യുക? കോടതിക്ക് മുന്നിൽ ഹാജരാക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. സിമ്പിളായിട്ട് അതാണ്. മാൻഡമസ് നാം കൽപ്പിക്കുന്നു. എന്ത് ചെയ്യാൻ? നീ നിന്റെ പണിയെടുക്ക്, നിന്നിൽ നിയുക്തമായിട്ടുള്ള നിന്റെ പണി നീ എടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൽപ്പിക്കുകയാണ് സുപ്രീം കോടതി ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മാൻഡമസ് എന്ന് പറയുക. നിങ്ങളിൽ അർപ്പിതമായിട്ടുള്ള നിങ്ങളുടെ ജോലി കൃത്യമായിട്ട് ചെയ്യാൻ ഇറക്കുന്ന ഉത്തരവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മാൻഡമസ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇത് എക്സിക്യൂട്ടീവിന് എതിരായിട്ട് കാര്യനിർവഹണ വിഭാഗത്തിനെ അവരുടെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യിക്കാൻ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ്. സ്വാഭാവികമായിട്ടും സ്വകാര്യ വ്യക്തികൾക്കോ സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ എതിരായിട്ട് മാൻഡമസ് എന്ന് പറയുന്ന റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല. സ്വകാര്യ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, ഇവർക്കെതിരായിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല? മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല.
രണ്ടാമത്തേത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള എക്സിക്യൂട്ടീവ് ആണുള്ളത്. ഒന്നാണ് എന്താണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയും, രണ്ടാമത്തേത് പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയും. പൊളിറ്റിക്കൽ കാര്യനിർവഹണ വിഭാഗം, രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗവും സ്ഥിരം കാര്യനിർവഹണ വിഭാഗം. ഈ രാഷ്ട്രീയ കാര്യനിർവഹണത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഭാഗമാണ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നിവരെല്ലാം. അതുപോലെ തന്നെ എന്താണ് പെർമനന്റ് എന്തെന്ന് പറയുന്ന പെർമനന്റ് എക്സിക്യൂട്ടീവ് അഥവാ സ്ഥിരം കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഭാഗമാണ് ആരെന്ന് പറയുന്നത് ഇവിടുത്തെ ബ്യൂറോക്രസി അഥവാ ഉദ്യോഗസ്ഥ ഉന്നതം. അതായത് ഏറ്റവും മുകൾ തലത്തിലുള്ള ഉദ്യോഗസ്ഥൻ മുതൽ ഏറ്റവും കീഴ്ത്തലത്തിൽ വരുന്ന ഉദ്യോഗസ്ഥൻ വരെ എന്താണ് പെർമനന്റ് എക്സിക്യൂട്ടീവിന്റെ ഉദ്യോഗസ്ഥനും എന്ത് തൊഴിൽ ചെയ്യുന്നവനായാലും എന്താണ് അദ്ദേഹം എന്തിന്റെ ഭാഗമാണ്? എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. അപ്പോ ഞാൻ പറഞ്ഞു എന്താണ് രാഷ്ട്രപതി എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്, ഗവർണർ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, രാഷ്ട്രപതിയും ഗവർണറും എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല? രാഷ്ട്രപതിക്കും ഗവർണർക്കും എതിരായിട്ട് മാൻഡമസ് എന്ന് പറയുന്ന റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കില്ല. എന്താണ്? ഇന്ത്യയുടെ രാഷ്ട്രപതി, ഗവർണർ ഇവർക്കെതിരെയും എന്ത് ചെയ്യാൻ കഴിയില്ല? പറയുന്ന മാൻഡമസ് എന്ന് പറയുന്ന റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 361 എന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? ഈ രാഷ്ട്രപതിയെയും ഗവർണറെയും മാൻഡമസ് എന്ന റിട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുന്നു. എന്താണ് ആർട്ടിക്കിൾ 361? ഈ പറയുന്ന രാഷ്ട്രപതി, ഗവർണർ എന്നീ പദവികളെ എന്തിൽ നിന്ന് സംരക്ഷിക്കുന്നു? മാൻഡമസ് എന്ന് പറയുന്ന റിട്ടിൽ നിന്ന് സംരക്ഷിക്കുന്നു. അപ്പോൾ മാൻഡമസ് റിട്ട് സ്വകാര്യ വ്യക്തികൾക്ക്, സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരായിട്ട് പറ്റില്ല. പിന്നെ എന്താണ്? രാഷ്ട്രപതി, ഗവർണർ എന്നിവർക്കെതിരായിട്ട് പറ്റില്ല. പിന്നെ എന്താണ്? അതായത് ഇപ്പോ ഒരു തീരുമാനം എടുക്കേണ്ടത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ വിവേചന അധികാരമാണെന്ന് കരുതുക. ഡിസ്ക്രിമിനേഷൻ പവർ, അതായത് ആ കാര്യം ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് ആ സ്ഥാപനത്തിലെ ഒരു അംഗത്തിന്റെയോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ തന്നെയോ ഒരു ഡിസ്ക്രിമിനേഷൻ പവർ അല്ലെങ്കിൽ വിവേചന അധികാരമാണെങ്കിൽ എന്താണ്? അതിനെതിരെയും എന്ത് ചെയ്യാൻ കഴിയില്ല? മാൻഡമസ് പുറപ്പെടുവിക്കാനായിട്ട് കഴിയില്ല. എന്താണ്? ആ തീരുമാനമെടുക്കുക, അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ എന്താണ്? ഡിസ്ക്രിമിനേഷൻ പവർ അല്ലെങ്കിൽ വിവേചന അധികാരമാണെങ്കിൽ എന്താണ്? അവിടെയും ഈ പറയുന്ന മാൻഡമസ് എന്ന് പറയുന്ന റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് കഴിയില്ല. പിന്നെ മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത്, അതായത് നിയമപരമല്ലാത്ത ഒരു കാര്യം ചെയ്യുന്നതിനായിട്ട് നിർബന്ധിക്കുവാനായിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല? മാൻഡമസ് എന്ന് പറയുന്ന റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല. എന്താണ്? രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, പോയിന്റ് ശ്രദ്ധിക്കുക. ഒന്നാമത്തേത് എന്താണ്? വിവേചന അധികാരം അഥവാ ഡിസ്ക്രിമിനേഷൻ പവർ. ആരുടെ ആയിക്കോട്ടെ, വ്യക്തി ആയിക്കോട്ടെ, സ്ഥാപനമായിക്കോട്ടെ, ഈ വ്യക്തിയായാലും സ്ഥാപനമായാലും ആ കാര്യം ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് അവരുടെ വിവേചന അധികാരമാണെങ്കിൽ അത് അവരെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് എന്താ ചെയ്യാൻ പറ്റില്ല? മാൻഡമസ് എന്ന് പറയുന്ന റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല. പിന്നെന്താണ്? നിയമവിരുദ്ധമായിട്ടുള്ള കാര്യം ചെയ്യിക്കുവാൻ, എന്ത് ചെയ്യാൻ കഴിയില്ല? റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല. മാത്രമല്ല എന്താണ്? നിലവിൽ അധികാര കാലാവധി കഴിഞ്ഞിട്ടില്ലാത്ത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെയും എന്ത് ചെയ്യാൻ കഴിയില്ല? റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല. ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെയും എന്ത് ചെയ്യാൻ കഴിയില്ല? മാൻഡമസ് എന്ന് പറയുന്ന റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല. ഇതെന്താണ്? മാൻഡമസ് എന്ന് പറയുന്ന റിട്ടിന്റെ ചില എക്സെപ്ഷൻസ് ആണ്. എന്താണ്? ചില എക്സെപ്ഷൻസ് ആണ്. അപ്പോൾ മാൻഡമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാൻഡമസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിയുക്തമായിരിക്കുന്ന നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ കർത്തവ്യങ്ങൾ നിറവേറ്റുവാൻ പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന എന്താണ് ഉത്തരവിനെയാണ് അല്ലെങ്കിൽ റിട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മാൻഡമസ് എന്ന് പറയുക. അപ്പോൾ എന്താണ്? നമ്മൾ രണ്ട് റിട്ടുകൾ പഠിച്ചു. എന്താണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്. ഇനി മൂന്നാമത്തെയും നാലാമത്തെയും റിട്ട് നമ്മൾ എന്താണ്? ഒരുമിച്ച് പഠിക്കാനാണ് പോകുന്നത്. എന്താണ്? ഒരുമിച്ചാണ് മൂന്നും നാലും എന്ത് ചെയ്യുന്നത്? നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ റിട്ടിന്റെ പേരെന്ന് പറയുന്നത് പ്രൊഹിബിഷൻ എന്നാണ്. മൂന്നാമത്തെ റിട്ടിന്റെ പേര് പ്രൊഹിബിഷൻ എന്നും നാലാമത്തെ
റിട്ടിന്റെ പേര് സെർഷ്യോററി എന്നാണ്. സെർഷ്യോററി. മൂന്നാമത്തെ എന്താണ്? പ്രൊഹിബിഷൻ. നാലാമത്തെ എന്താണ്? സെർഷ്യോററി. പ്രൊഹിബിഷനും എന്താണ്? സെർഷ്യോററി. പ്രൊഹിബിഷൻ, സെർഷ്യോററി. അതായത് സ്വാഭാവികമായിട്ടുള്ള ഒരു നീതി ലംഘിക്കപ്പെടുമ്പോൾ ഒക്കെ പുറപ്പെടുവിക്കുന്ന എന്താണ് ഒരു രണ്ട് റിട്ടുകളാണ് പ്രൊഹിബിഷനും സെർഷ്യോററിയും. ഈ രണ്ട് റിട്ടുകളും എന്താണ്? മേൽക്കോടതി കീഴ്ക്കോടതികൾക്കെതിരായിട്ട് പുറപ്പെടുവിക്കുന്ന റിട്ടുകളാണ്. എന്താണ്? പ്രൊഹിബിഷൻ ആയിക്കോട്ടെ സെർഷ്യോററി ആയിക്കോട്ടെ എന്താണ്? മേൽക്കോടതികൾ എന്ന് പറയുമ്പോൾ ഹൈക്കോർട്ടാകാം, സുപ്രീം കോടതി ആകാം. എന്താണ്? കീഴ്ക്കോടതികൾക്കെതിരായിട്ട് എന്താണ്? മേൽക്കോടതികൾ കീഴ്ക്കോടതികൾക്കെതിരായിട്ട് പുറപ്പെടുവിക്കുന്ന റിട്ടുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? രണ്ട് തരത്തിൽ റിട്ട് പുറപ്പെടുവിക്കും. ഒന്നാമത്തെ എന്താണ്? പ്രൊഹിബിഷൻ എന്നും രണ്ടാമത്തേന് എന്താണ്? സെർഷ്യോററി എന്നും പറയും. ഇനി എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് നോക്കാം. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർബിഡ് അഥവാ തടയുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. എന്താണ്? ഫോർബിഡ് അഥവാ തടയുക എന്നുള്ളതാണ് പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. സെർഷ്യോററി എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ബി സർട്ടിഫൈ, അതാ സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളതാണ്. എന്താണ്? ടു ബി സർട്ടിഫൈ, അതായത് സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിന്റെ മലയാള അർത്ഥം എന്ന് പറയുന്നത്. എന്താണ്? പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ തടയുക, സെർഷ്യോററി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ സെർഷ്യോററി എന്ന് പറഞ്ഞാൽ സാക്ഷ്യപ്പെടുത്തുക. അപ്പോൾ പ്രൊഹിബിഷൻ എന്താണ് ചെയ്യുന്നത്? അതായത് ഒരു കീഴ്ക്കോടതി അതിൻ്റെ എന്താണ് അധികാര പരിധി ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അധികാര പരിധിക്ക് പുറത്തുള്ള ഒരു വിഷയം പരിഗണിച്ചാൽ അതിനെ തടഞ്ഞുകൊണ്ട് മേൽക്കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് എന്തെന്ന് പറയുക? പ്രൊഹിബിഷൻ എന്ന് പറയുക. എന്താണ് പ്രൊഹിബിഷൻ? പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഒരു കീഴ്ക്കോടതി എന്ത് ചെയ്യുന്നു? അതിൻ്റെ അധികാര പരിധിക്ക് അപ്പുറം വരുന്ന ഒരു വിഷയം പരിഗണിക്കുന്നു. ആ കോടതിയുടെ അധികാര പരിധിയിൽ പെടാത്ത അല്ലെങ്കിൽ എന്താണ് മേൽക്കോടതി പരിഗണിക്കേണ്ട ഒരു വിഷയം എന്ത് ചെയ്യുന്നു? ഒരു കീഴ്ക്കോടതി പരിഗണിക്കുന്നു. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല, നിങ്ങൾ നിങ്ങളുടെ അധികാര പരിധി ലംഘിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഈ പ്രക്രിയ ഇവിടെ എന്ത് ചെയ്യുക? ഉടൻ തന്നെ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് എന്തെന്ന് പറയുന്നത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. എന്താണ്? കീഴ്ക്കോടതികൾ അധികാരപരിധി ലംഘിക്കുന്നതിനെ തടഞ്ഞുകൊണ്ടുള്ള റിട്ടാണ്. എന്തെന്ന് പറയുന്നത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അതായത് കീഴ്ക്കോടതി എന്ത് ചെയ്യുന്നു? അതിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ അതിന്റെ അധികാര പരിധി എന്താണ്? കീഴ്ക്കോടതി ലംഘിക്കുന്നു. അപ്പോൾ എന്താണ്? പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ട് കൊണ്ട് മേൽക്കോടതി പറയുന്നു നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ അധികാര പരിധി ലംഘിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഈ വിഷയം ഇവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്യുക എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് സെർഷ്യോററി? സെർഷ്യോററി എന്ന് പറഞ്ഞാൽ അതായത് കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസ്. എന്താണ്? കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസ് അതെന്ത് ചെയ്യാൻ പറയും? അത് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ പുറപ്പെടുവിക്കുന്ന ഉത്തരവ് അല്ലെങ്കിൽ റിട്ടാണ് എന്തെന്ന് പറയുന്നത്? സെർഷ്യോററി എന്ന് പറയുന്നത്. എന്താണ്? കീഴ്ക്കോടതിയുടെ പരിധിയിലിരിക്കുന്ന കേസ് എന്താണ്? മേൽക്കോടതിയിലേക്ക് മാറ്റുവാൻ പറയുന്ന റിട്ടാണ് എന്തെന്ന് പറയുന്നത്? സെർഷ്യോററി എന്ന് പറയുന്നത്. ഇത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുക. രണ്ടും ഏകദേശം ഒരു സ്വഭാവമുള്ളതാണ്. എന്താണ്? രണ്ടും മേൽക്കോടതികൾ കീഴ്ക്കോടതികൾക്കെതിരെയാണ് പുറപ്പെടുവിക്കുന്നത്. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ ഫോർബിഡ് എന്നാണ് അതിന്റെ അർത്ഥം. തടയുക, അതിന്റെ പേരിൽ തന്നെയുണ്ട്. എന്താണ്?
കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധി ലംഘിച്ചുകൊണ്ട് ഒരു വിഷയം പരിഗണിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് അതിന്റെ അധികാര പരിധി ലംഘിക്കുമ്പോൾ അവിടെ വെച്ച് അത് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് മേൽക്കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് പ്രൊഹിബിഷൻ. എന്താണ് സർഷ്യോറി? കീഴ്ക്കോടതിയുടെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടു ബി സർട്ടിഫൈഡ്, സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് കീഴ്ക്കോടതിയുടെ പരിധിയിലിരിക്കുന്ന ഒരു കേസ്, എന്താണ് കീഴ്ക്കോടതിയുടെ പരിധിയിലിരിക്കുന്ന ഒരു കേസ് എന്ത് ചെയ്യുക, മേൽക്കോടതിയിലേക്ക് മാറ്റാൻ നൽകുന്ന ഉത്തരവിനെയാണ് എന്തെന്ന് പറയുക, സർഷ്യോററി എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾക്കത് രണ്ടും വളരെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. എന്താണ് പ്രൊഹിബിഷൻ? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് കീഴ്ക്കോടതി അധികാര പരിധി ലംഘിക്കുന്നു, അതിനെന്ത് ചെയ്യുന്നു, മേൽക്കോടതി തടയുന്നു. സർഷ്യോറി കീഴ്ക്കോടതിയിലിരിക്കുന്ന ഒരു കേസ് എന്ത് ചെയ്യുന്നു, മേൽക്കോടതിയിലേക്ക് മാറ്റാനായിട്ട് ഉത്തരവ് നൽകുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത് പ്രൊഹിബിഷനും സർഷ്യോറി എന്ന് പറയുന്ന രണ്ട് റിട്ടുകൾ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, അഞ്ചാമത്തെ റിട്ടാണ്. അഞ്ചാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള റിട്ടാണ്. അഞ്ചാമത്തെ റിട്ട് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ പേര് കോ വാറന്റോ റിട്ട് എന്നാണ്. കോ വാറന്റോ എന്താണ്, കോ വാറന്റോ. ഇതിന്റെ അർത്ഥം തന്നെ എന്താണ്, വാട്ട് അതോറിറ്റി എന്നുള്ളതാണ്. വാട്ട് അതോറിറ്റി അഥവാ എന്ത് അധികാരം എന്നുള്ളതാണ് കോ വാറന്റോ എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ. എന്താണ് അർത്ഥം? വാട്ട് അതോറിറ്റി. മലയാളത്തിൽ എന്ത് പറയും? എന്ത് അധികാരം. ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എന്ത് അധികാരം, അതായത് നിങ്ങൾക്ക് ആ പദവി വഹിക്കുവാൻ എന്ത് അധികാരമുണ്ടെന്ന് ആര് ചോദിക്കുകയാണ്? സുപ്രീം കോടതി ചോദിക്കുകയാണ്. അതായത് ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഒരു പദവിയിൽ ഇരിക്കുന്നതിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള റിട്ടാണ് എന്തെന്ന് പറയുന്നത്, കോ വാറന്റോ എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ അർത്ഥം തന്നെ എന്താണ്, എന്തധികാരം. സുപ്രീം കോടതി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ, നിങ്ങൾക്ക് ആ കസേരയിൽ ഇരിക്കാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം എന്ന് സുപ്രീം കോടതി ചോദിക്കുകയാണ്. വാട്ട് അതോറിറ്റി, നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അവിടെ ഇരിക്കാനുള്ള നിങ്ങളുടെ അധികാരം. അപ്പൊ എന്താണ് അത് ചെയ്യുന്നത്? ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഒരു സ്ഥാനത്തിരിക്കുകയാണെങ്കിൽ അതിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള റിട്ടാണ് എന്തെന്ന് പറയുന്നത്, കോ വാറന്റോ എന്ന് പറയുന്നത്. എന്താണ്, ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഒരു പദവിയിൽ ഇരിക്കുന്നതിനെ തടയുന്നു. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഒരു പദവിയിൽ ഇരിക്കുന്നതിന് എന്ത് ചെയ്യുന്നു, ഈ കോ വാറന്റോ റിട്ട് എന്ന് പറയുന്ന റിട്ട് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, തടയുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഈ റിട്ട് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനത്തിരിക്കുന്ന ആൾ എന്ത് ചെയ്യണം, ഞാൻ ഈ പദവിയിൽ ഇരിക്കാൻ യോഗ്യനാണെന്ന് എന്ത് ചെയ്യണം, കോടതിയിൽ തെളിയിക്കണം. അങ്ങനെ അദ്ദേഹത്തിന്റെ യോഗ്യത കോടതിയിൽ തെളിയിച്ച് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ പിന്നീട് അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാൻ കഴിയൂ. കോടതിക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എന്ത് ചെയ്യും, ആ സ്ഥാനം നഷ്ടപ്പെടും. അപ്പോ കോ വാറന്റോ എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് അതോറിറ്റി, എന്ത് അധികാരം. ഒരു വ്യക്തി എന്താണ്, ഒരു വ്യക്തി അർഹമല്ലാത്ത പദവി വഹിക്കുന്നതിൽ നിന്ന് തടയുന്ന റിട്ടാണ് എന്തെന്ന് പറയുന്നത്, കോ വാറന്റോ എന്ന് പറയുന്ന റിട്ട്. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത പദവി വഹിക്കുന്നതിൽ നിന്ന് തടയുന്ന റിട്ടാണ് കോ വാറന്റോ എന്ന് പറയുന്നത്. ഇത് മറ്റു 4 റിട്ടുകളിൽ നിന്ന്, നമ്മൾ മുകളിൽ പറഞ്ഞ ആദ്യത്തെ 4 റിട്ടുകളിൽ നിന്ന് ഈ അഞ്ചാമത്തെ റിട്ടായിട്ടുള്ള കോ വാറന്റോവിനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? അതായത് ഈ പറയുന്ന 4 റിട്ടുകളും എന്താണ്, അതുമായി ബന്ധപ്പെട്ട് ബാധിക്കപ്പെട്ട ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഈ റിട്ടുകളെല്ലാം സമർപ്പിക്കുന്നത്. അല്ലെങ്കിൽ അവരുമായി ഏറ്റവും അടുത്ത റിലേഷനുള്ള ആളുകൾ, ഇപ്പോൾ തടങ്കലുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആണെങ്കിൽ ഏറ്റവും അടുത്ത റിലേഷനുള്ള ആളുകളായിരിക്കും അത് ചെയ്യുക. ബാക്കി എല്ലാ റിട്ടുകളും എന്താണ്, ഈ പറയുന്ന അത് ബാധിക്കപ്പെട്ട അല്ലെങ്കിൽ ആ മൗലികാവകാശം ലംഘിക്കപ്പെട്ട വ്യക്തിയായിരിക്കും എന്ത് ചെയ്യുക, കോടതിയെ റിട്ടുമായിട്ട് സമീപിക്കുക. എന്നാൽ കോ വാറന്റോവിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല. ബാധിക്കപ്പെട്ട ആള് തന്നെ എന്താണ്, കോ വാറന്റോ റിട്ടുമായിട്ട് സുപ്രീം കോടതിയെ സമീപിക്കണമെന്നില്ല. ഒരു പൊതു താല്പര്യ ഹർജിയിലൂടെയും എന്ത് പരിഗണിക്കും, കോ വാറന്റോ റിട്ട് എന്നുള്ളത് സുപ്രീം കോടതി പരിഗണിക്കും. എന്താണ്, പൊതു
താൽപര്യ ഹർജിയിലൂടെയും എന്ത് പരിഗണിക്കും? ഈ പറയുന്ന കോ വാറന്റോ റിട്ട് പരിഗണിക്കും. അതിനെന്താണ്? ബാധിക്കപ്പെട്ട ആൾ നേരിട്ട് കോടതിയെ സമീപിക്കണമെന്നില്ല. പൊതു താല്പര്യമായിട്ട് എന്താണ് ചെല്ലുന്ന ഹർജി മുഖേനയും എന്താണ് ഈ കോ വാറന്റോ എന്ന് പറയുന്ന റിട്ട് സുപ്രീം കോടതി പരിഗണിക്കും. ഇതാണ് മുകളിൽ പറഞ്ഞ 4 റിട്ടുകളിൽ നിന്ന് എന്താണ് കോ വാറന്റോ എന്ന് പറയുന്ന റിട്ടിനെ വ്യത്യസ്തമാക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് എല്ലാ സ്ഥാപനങ്ങൾക്കെതിരെയും, സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെയും ഒന്നും കോ വാറന്റോ പുറപ്പെടുവിക്കാൻ കഴിയില്ല. നിയമാനുസൃതമായിട്ട് രൂപീകരിക്കപ്പെട്ട സ്ഥാപനങ്ങൾ, പിന്നെന്താണ് ഭരണഘടനാപരമായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനങ്ങൾ, ഇങ്ങനെയുള്ള പൊതു ഓഫീസുകൾക്കെതിരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കോ വാറന്റോ എന്ന് പറയുന്ന റിട്ട് ഉപയോഗിക്കാൻ പറ്റൂ. എന്താണ്? നിയമപരമായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനങ്ങൾ. അല്ലെങ്കിൽ എന്താണ്? ഭരണഘടനാപരമായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനങ്ങൾ. ഇങ്ങനെയുള്ള പബ്ലിക് ഓഫീസുകൾക്കെതിരെ, പൊതു ഓഫീസുകൾക്കെതിരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കോ വാറന്റോ റിട്ട് കോ വാറന്റോ റിട്ട് സുപ്രീം കോടതിക്ക് ഇഷ്യൂ ചെയ്യുവാനായിട്ട് കഴിയൂ. ഇതിൽ നിന്ന് തന്നെ എന്താണ്? മന്ത്രിസഭാ ഓഫീസുകളെ ഇതിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു? ഒഴിവാക്കിയിരിക്കുന്നു. എക്സെപ്ഷൻ ഉണ്ട്. എന്താണ്? മന്ത്രിസഭ, മന്ത്രി ഓഫീസുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, അതായത് മന്ത്രിതല ഓഫീസുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയെ എന്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു? കോ വാറന്റോ റിട്ടിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അതായത് ഒരു മന്ത്രി അനർഹനായി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താണ് കോടതിയിൽ പോയിട്ട് ഈ റിട്ട് പുറപ്പെടുവിക്കാനൊന്നും കഴിയില്ല. കാരണം എന്താണ്? മന്ത്രിതല ഓഫീസുകളെയും സ്വകാര്യ സ്ഥാപനങ്ങളെയും എന്ത് ചെയ്യുന്നു? കോ വാറന്റോ എന്ന് പറയുന്ന റിട്ടിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കോ വാറന്റോ എന്ന് പറയുന്ന റിട്ട് എന്താണ് പറയുന്നത്? എന്തധികാരം അല്ലെങ്കിൽ വാട്ട് അതോറിറ്റി എന്നാണ്. നിങ്ങൾക്ക് അനർഹമായിട്ടുള്ള പദവിയിലിരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹമല്ലാത്ത ഒരു പദവിയിൽ ഒരു വ്യക്തി ഇരിക്കുന്നതിനെ തടയുന്നതിനായിട്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് എന്തെന്ന് പറയുന്നത്? കോ വാറന്റോ എന്ന് പറയുന്നത്. അപ്പോൾ കോ വാറന്റോട് കൂടി എന്താണ് നമ്മുടെ ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്, അതായത് സുപ്രീം കോടതി നൽകുന്ന ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്ക് ഉള്ള അവകാശം എന്ന് പറയുന്ന എന്താണ് മൗലിക അവകാശം എന്താ ചെയ്യുന്നു? നമ്മളുടെ അവസാനിക്കുകയാണ്. അപ്പം നമ്മൾ എന്താണ് 5 റിട്ടുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോറി, കോ വാറന്റോ എന്നിവയാണ് അവർ. ഇതോടുകൂടി എന്താണ് ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം എന്ന് പറയുന്ന മൗലിക അവകാശവും ഇതോടുകൂടി എന്താണ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളുടെ ക്ലാസ് തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന എൻ്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെയാണെന്നാണ് പറഞ്ഞത്? ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെയാണ് എന്തെന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടന പ്രതിപാദിക്കുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മളിപ്പോൾ എവിടം വരെ പഠിച്ചു കഴിഞ്ഞു? ആർട്ടിക്കിൾ 12 മുതൽ 32 വരെ എന്ത് ചെയ്തു കഴിഞ്ഞു? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 3 ആർട്ടിക്കിളുകൾ കൂടി പഠിച്ചു വരുന്നതോടുകൂടി എന്താണ് ഈ പറയുന്ന മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന വളരെ മനോഹരമായ ഇന്ത്യൻ ഭരണഘടനയുടെ ഫിലോസഫിക്കൽ പാർട്ടിന്റെ ഭാഗമായിട്ടുള്ള എന്താണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്യും? ഈ ക്ലാസ്സോട് കൂടിയിട്ട് എന്ത് ചെയ്യും? അവസാനിക്കും. അപ്പം എന്ത് ചെയ്യുക? 3 ആർട്ടിക്കിളുകൾ, അത് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ളതല്ല എങ്കിലും എന്താണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ആർട്ടിക്കിൾ 33, ഒന്നാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 33 ആണ്. ആർട്ടിക്കിൾ 33 പറയുന്നത് ചില ആളുകളുടെ മൗലിക അവകാശങ്ങളിൽ എന്താണ് പരിമിതികൾ ഏർപ്പെടുത്തുവാനായിട്ട് പാർലമെന്റിന് അവകാശമുണ്ടെന്ന് പറയുന്നു. ആരുടെയെല്ലാമാണ്? സായുധ സേനാ വിഭാഗങ്ങളുടെ, പാരാമിലിറ്ററി ഫോഴ്സിന്റെ, പിന്നെന്താണ് പോലീസ്, രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ, ഇവരുടെയെല്ലാം ഇതിലെ അംഗങ്ങളുടെ എന്താണ് മൗലിക അവകാശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ ആർക്ക് അധികാരമുണ്ട്? പാർലമെന്റിന് അധികാരമുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് എന്തെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 33 എന്തെന്ന് പറയുന്നത് എന്താണ്? സായുധ സേനാ വിഭാഗം,
പാരാമിലിറ്ററി, പിന്നെന്താണ് പോലീസ്, രഹസ്യാന്വേഷണ വിഭാഗം, ഇങ്ങനെയുള്ള ആളുകളുടെ മൗലിക അവകാശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ ആർക്ക് അധികാരമുണ്ട്? പാർലമെന്റിന് അധികാരമുണ്ട്. എന്തിലാ? മൗലിക അവകാശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ എന്ന് പറയുന്ന ഭരണഘടനയുടെ വകുപ്പാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 33 എന്ന് പറയുന്നത്. അത്രയും ഉള്ളൂ നമുക്കതിൽ പഠിക്കാനായിട്ട്. ഇനി അടുത്ത എന്താണ്? ആർട്ടിക്കിൾ 34 ആർട്ടിക്കിൾ 34 മാർഷ്യൽ ലോ, അല്ലെങ്കിൽ നമ്മൾ പട്ടാള ഭരണം എന്നൊക്കെ പറയും. അതിനെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 34 പറയുന്നത്. ആർട്ടിക്കിൾ 34 ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്താണ്? ചില സായുധ സേനാംഗങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുമ്പോൾ എന്താണ്? അവിടെ ചിലപ്പോൾ മൗലികാവകാശങ്ങളെ റദ്ദ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും, സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട്. എന്നാലും എന്താണ്? കൂടുതലായിട്ടൊന്നും തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ ഈ പട്ടാള ഭരണത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നില്ല? പ്രതിപാദിക്കുകയോ പറഞ്ഞു പോവുകയോ ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മാർഷ്യൽ ലോ അഥവാ പട്ടാള ഭരണം നടപ്പിലാക്കിയാൽ പോലും എന്താണ്? എടുത്തു കളയാൻ കഴിയാത്ത ഒരു റിട്ടാണ് എന്തെന്ന് പറയുന്നത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. എന്താണ്? ആർട്ടിക്കിൾ 34 മാർഷ്യൽ ലോ അല്ലെങ്കിൽ പട്ടാള ഭരണത്തെ കുറിച്ചാണ് പറയുന്നത്. പട്ടാള ഭരണം നടപ്പിലാക്കിയാൽ പോലും എന്താണ്? ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം എടുത്തു കളയാൻ പറ്റാത്ത ഭരണഘടനയുടെ വകുപ്പാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു റിട്ടാണ് എന്തെന്ന് പറയുന്നത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. എന്താണ്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് അവസാനത്തേത്? ആർട്ടിക്കിൾ 35. ആർട്ടിക്കിൾ 35 പറയുന്നത് മൗലിക അവകാശങ്ങളെ ശക്തിപ്പെടുത്തുവാൻ എന്താണ്? നിയമങ്ങൾ നിർമ്മിക്കുവാൻ പാർലമെന്റിന് എന്തുണ്ട്? അധികാരമുണ്ട് എന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 35 എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? മൗലിക അവകാശങ്ങളെ ശക്തിപ്പെടുത്താൻ എന്താണ്? നിയമങ്ങൾ നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം നൽകുന്നു. എന്താണ്? മൗലിക അവകാശങ്ങളെ ശക്തിപ്പെടുത്തുവാനായിട്ട് എന്താണ്? നിയമങ്ങൾ നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 35. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികൾക്ക് എന്താണ് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 21A പറയുന്നതാണ്. അതിനെ ശക്തിപ്പെടുത്തുവാനാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്ന നിയമം കൊണ്ടുവന്നത്. അത്തരത്തിൽ മൗലിക അവകാശങ്ങളെ ശക്തിപ്പെടുത്തുവാൻ എന്താണ്? നിയമങ്ങൾ നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 35 എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു കുറച്ച് ക്ലാസ്സുകളായിട്ട് എന്താണ്? നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം ചെറിയ ക്ലാസ്സുകളായതുകൊണ്ട് 12ഓളം ക്ലാസ്സുകളുണ്ട്. മൗലിക അവകാശങ്ങളെക്കുറിച്ച് എന്താണ്? നമ്മൾ പൂർണ്ണമായിട്ടും എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ക്ലാസ്സൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും കാണാതെ പഠിക്കരുത്, വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് മൗലിക അവകാശങ്ങൾ. ഇതിൽ നിന്ന് മിക്കപ്പോഴും എന്താണ്? ഒരു ചോദ്യം PSC ചോദിക്കാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. ഇതോടുകൂടി മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ എന്താണ്? അവസാനിക്കുകയാണ്. നമ്മളെന്താണ്? വീണ്ടും അടുത്ത വിഷയവുമായിട്ട് എന്താണ്? അടുത്ത ക്ലാസ്സിൽ കാണും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.